ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിറ്റേന്ന് കല്യാണ നിശ്ചയത്തിനായി എല്ലാവരും ഒരുങ്ങി. ഗംഗ അരവിന്ദന്റെ ഫോട്ടോ തൊഴുകുമ്പോൾ ശാരദ പറയുന്നത്, എൻ്റെ മോള് സന്തോഷമായി ജീവിക്കണം, ഈ കുടുംബം രക്ഷപ്പെടണം, അത്ര മാത്രമേ അമ്മയുടെ ചിന്തയിലുള്ളൂ എന്ന് പറയുമ്പോൾ യമുനയും കാവേരിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പിന്നീട് ചെറുക്കനും കൂട്ടനും കാറിൽ വരുമ്പോൾ ടൈലർ ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് വിനീത് കൈ കാണിച്ച് അവരുടെ കൂടെ കാറിൽ കയറുന്നു. ടൈലർ ഷോപ്പിലെ വിനീതിന്റെ കൂട്ടുകാർ അത് നോക്കി നിൽക്കുന്നുണ്ട്. കാർ ഡ്രൈവ് ചെയ്യുന്നത് സിനൂപ് മൊട്ടയാണ്. അയാൾ അമ്മയോട് പറയുന്നത്, അമ്മേ, നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുമ്പോൾ സിനൂപിന്റെ അമ്മ പറയുന്നത്, സാരമില്ലടാ, നീ എന്തു വേണേൽ പറഞ്ഞോ, ഒരു 50 പൈസ കുറവുള്ള ആളാണെന്നാ ജയപാലൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അത് ഉദ്ദേശിച്ചത് നമ്മുടെ വിനീതിനെ തന്നെയാണ്. വിനീതിനെ ഒന്നും മനസ്സിലാവാതെ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അവർ വീട്ടിലെത്തി ജയപാലൻ അങ്കിളും പ്രവീൺ ആന്റിയും ആദ്യം ഇറങ്ങി. ആന്റി ശാരദയെ കെട്ടിപ്പിടിക്കുന്നു. എന്താ കാവേരി അങ്കിളിനെ ഇങ്ങനെ നോക്കുന്നത് എന്ന് പ്രവീൺ ആന്റി ചോദിക്കുമ്പോൾ, ഇന്നലെ കണ്ട ആളല്ല ഇന്ന്, ഇന്ന് കണ്ട ആളല്ല നാളെ, അതുപോലെ മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഇന്ന് ഏതാ അവതാരം എന്ന് നോക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കാവേരി. ജയപാലന് കാര്യം പിടികിട്ടി. ശാരദയും കൂട്ടി അവരുടെ ഇടയിൽ നിന്ന് വിനീതിനെ പറ്റി പറയുന്നുണ്ട്. അവനൊരു മണ്ടനാ, ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കണം, പിന്നെ ഗുണം എന്താണെന്ന് വെച്ചാല് പണത്തോട് വലിയ ആർത്തിയില്ല എന്ന്. പിന്നീട് വിനീത് ശാരദയോട് പറയുന്നത്, ഗംഗയുടെ കല്യാണ നിശ്ചയവും വിവാഹവും ഒക്കെ എൻ്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു അമ്മായി, അതുകൊണ്ട് ഞാൻ ദൂരെ നിന്നൊക്കെ മാറി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ശാരദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുന്നു. വേഗം കൈകൾ കൂപ്പി വിനീതിന്റെ മുന്നിൽ നിശബ്ദയായി നിന്നു ശാരദ. അതേസമയം ഗംഗ ഒരുങ്ങി അവർ വരുന്നതൊക്കെ നോക്കി ജനലിലൂടെ നോക്കി നിൽക്കുമ്പോൾ യമുന പറയുന്നത്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ എന്തു ഗംഭീരമായേനെ അല്ലേ ഗംഗേച്ചി എന്ന്. അത് കേട്ട് ഗംഗ മിണ്ടാതെ നിൽക്കുന്നതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.